ഹായ് സ്റ്റുഡൻസ്, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് അതാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. പ്രൊവിഷൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രൊവിഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പക്ഷേ പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ചെറിയ വ്യത്യാസം അത് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് നിന്ന് മാറ്റി വെക്കുന്ന എമൗണ്ടാണ്. എമൗണ്ട് സെറ്റ് അസൈഡ് ടു മീറ്റ് നോൺ ലാബിലിറ്റി ബട്ട് ദ എമൗണ്ട് ഓഫ് വിച്ച് ഈസ് നോട്ട് ഡിറ്റർമിൻഡ്. അതായത് ഫ്യൂച്ചറിലുള്ള ഒരു ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ മാറ്റി വെക്കുമ്പോൾ അതാണ് നമ്മൾ പ്രൊവിഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പ്രോഫിറ്റിൽ ചാർജ് ചെയ്യുന്നതാണ് പ്രൊവിഷൻ. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രൊവിഷനായിട്ട് മാറ്റി വെക്കുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡോട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഭാവിയിൽ ഒരു ലാബിലിറ്റി ആയിട്ട് വരും, പക്ഷേ കറക്റ്റ് എമൗണ്ട് അറിയില്ല. അതുകൊണ്ട് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നത്. റിസർവ്സ് ആണെങ്കിൽ അതും പ്രോഫിറ്റിൽ നിന്ന് തന്നെയാണ് മാറ്റി വെക്കുന്നത്. പക്ഷേ റിസർവ്സ് സെറ്റ് അസൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് തന്നെയാണ് റിസർവ്സ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ റിസർവ്സ് സാധാരണയായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് കാണുക. റിസർവ് ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ച റിസർവ് നമ്മൾ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് റിസർവ് ഫണ്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അത് റിസർവ് തന്നെയാണ്, പക്ഷേ റിസർവ് ഫണ്ട് എന്നുള്ള പേരിൽ അറിയപ്പെടും. അത് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ അതിനെ റിസർവ് എന്ന് പറയും. പ്രൊവിഷൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, റിസർവ്സ് ഇൻവെസ്റ്റ് ചെയ്യാം. റിസർവ്സ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, ഇത് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അതായത് നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് മുന്നേ നമ്മൾ പ്രൊവിഷൻ ചാർജ് ചെയ്യണം. റിസർവ്സ് അങ്ങനെയല്ല, നെറ്റ് പ്രോഫിറ്റ് നിന്നാണ് റിസർവ്സ് മാറ്റിവെക്കുന്നത്, അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ റിസർവ്സ് റവന്യൂ റിസർവ്സ്, ക്യാപിറ്റൽ റിസർവ്സ്, ജനറൽ റിസർവ് ആൻഡ് സ്പെസിഫിക് റിസർവ്സ് എന്ന് പറഞ്ഞിട്ട് 4 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റവന്യൂ റിസർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിവെച്ച റിസർവ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ റവന്യൂ റിസർവ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടാം. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് റവന്യൂ റിസർവ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ക്യാപിറ്റൽ റിസർവ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ്. അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റായിട്ട് വരുന്നത് എന്താ? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ദെൻ സെക്യൂരിറ്റി പ്രീമിയം, പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ്, അതൊക്കെ ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അതിൽ നിന്നാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റവന്യൂ റിസർവ്സും ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവ്സ് യൂസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ആണ് റവന്യൂ റിസർവ്സ് യൂസ് ചെയ്യുന്നത്. അതേസമയം ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് മാറ്റിവെക്കുന്നതാണ്. ഇനി ജനറൽ റിസർവും സ്പെസിഫിക് റിസർവ്സും. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഒരു റിസർവ് വെക്കുകയാണെങ്കിൽ അത് ജനറൽ റിസർവ് എന്ന് പറയാം. ഒരു സ്പെസിഫിക് പർപ്പസിന് ഇത് മാറ്റി വെക്കുന്നില്ല, ഒരു ജനറൽ റിസർവ് എന്നുള്ള പേരിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം സ്പെസിഫിക് പർപ്പസ് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ടായിരിക്കും ആ റിസർവിന്. ആ ഒരു പർപ്പസിന് മാത്രമേ ആ റിസർവ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്ക്മാൻ കോമ്പൻസേഷൻ റിസർവ്, ദെൻ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ഇങ്ങനെയുള്ള കേസിലൊക്കെ ഈ ഒരു പർപ്പസിന് മാത്രമേ ആ സ്പെസിഫിക് പർപ്പസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ഡിഫറൻസ്, രണ്ടും പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ്. ഇത് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, ഇത് അക്യുമുലേഷൻ ഓഫ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് റിസർവ്സ്. റിസർവ്സും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും. റവന്യൂ റിസർവ്സും ക്യാപിറ്റൽ റിസർവ്സും ജനറൽ റിസർവും സ്പെസിഫിക് റിസർവ്സും. ഇനി ഒരു സീക്രട്ട് റിസർവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ കാണില്ല. സീക്രട്ട് റിസർവിനെ ഹിഡൻ റിസർവ് എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടും. അതായത് ചിലപ്പം സർപ്ലസ്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അസറ്റ്സ് വാല്യൂ ലാബിലിറ്റീസിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അവിടെ അസറ്റ്സിൽ സർപ്ലസ് ഉണ്ടായിരിക്കാം. ആ സർപ്ലസ് ഓഫ് അസറ്റ്സ് വരുമ്പോഴാണ് ഈ സീക്രട്ട് റിസർവ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ നമ്മൾ സാധാരണയായിട്ട് ക്വസ്റ്റ്യനിലൊന്നും കാണുന്നില്ല, ഞാനങ്ങനെ ഒരു വേർഡ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞതാണ്. ഒരു ഹിഡൻ റിസർവ് എന്നുള്ള പേരിലാണ് സീക്രട്ട് റിസർവ് അറിയപ്പെടുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം എക്സസീവ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം, ആവശ്യത്തിന് കൂടുതലായിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്യുക, അങ്ങനെയുള്ള കേസിലൊക്കെയാണ് ഈ സീക്രട്ട് റിസർവ്
വരുന്നത്. ഓക്കെ, വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.